നരകങ്ങളാണ് പെണ്ണുങ്ങളൊക്കെ. സിന്ധു മറ്റൊരു കൊടിയ വഞ്ചകി. പടിയാഴങ്ങൾ നമ്മെ ചുഴിയിൽപ്പെടുത്തി കളയും. GR ഇന്ദുഗോപന്റെ കാളി ഗണ്ഡകി എന്ന പുസ്തകത്തിലൊരു കഥാപാത്രം തന്റെ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് മനോഹരമായി ഒഴുകുന്ന സിന്ധു നദി എന്നൊക്കെ പറയുന്ന സംഭാഷണ ശകലങ്ങളാണ് കേട്ടോ ഇത്. അദ്ദേഹത്തിന്റെ കഥയിലെ ബാക്കി ഏറെക്കുറെ എല്ലാ ക്യാരക്ടേഴ്സും ഇതേപോലെ തന്നെയാണ് കേട്ടോ. പുറമെ നിന്ന് നോക്കിയാൽ എന്താ ഭയങ്കര ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ, എന്നാൽ ഉള്ളിലോ വികാര വിക്ഷോഭങ്ങളുടെ പ്രക്ഷുബ്ധമായ തിരയടക്കങ്ങൾ. അത്ര വേണ്ട അല്ലെ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇതിൽ കൂടുതലും. ചുരുക്കി പറഞ്ഞാൽ സൈക്കോ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട് ഇതിനകത്ത്. സതീഷ് ചന്ദ്രൻ എന്ന ഫോട്ടോഗ്രാഫർ. അദ്ദേഹം വെറുമൊരു ഫോട്ടോഗ്രാഫർ മാത്രമല്ല, തിരുവിതാംകൂറിന്റെ ചരിത്രം ആസ്പദമാക്കി ഒരു മ്യൂസിയം പണിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തിരുവനന്തപുരത്ത് വരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വേണാടിന്റെ ചരിത്രം കൂടിയാണ്. അതായത് ഉമയമ്മ റാണി മുതൽ കോട്ടയം കേരളവർമ്മ അടക്കമുള്ള ഈ പറഞ്ഞ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെയുള്ള ചരിത്രത്തെക്കുറിച്ച് പല പല മുഹൂർത്തങ്ങളിലായി അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്ര കുതികളായിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമായിരിക്കും ഇത് എന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോ ക്യാരക്ടേഴ്സിന്റെ ഒരു അതിപ്രസരം കൂടിയുണ്ട്. അതായത് ഓരോ ക്യാരക്ടറും അടുത്ത നിമിഷം എന്ത് പ്രവർത്തിക്കുമെന്നോ എന്ത് സംസാരിക്കുമെന്നോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു കാളി ഗണ്ഡകി എന്ന് പറയുന്നത്. കാളി ഗണ്ഡകി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നിഗൂഢമായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാവുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇതിലെ ഓരോ സംഭവവികാസങ്ങളുടെ കടന്നു പോകുമ്പോഴും നിഗൂഢമായ ചില വസ്തുതകൾ ചുരുളഴിഞ്ഞ് വീഴുന്നതായി നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അത്തരം ത്രില്ലിംഗ് ആയിട്ടുള്ള കഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, വലിയ ക്യാൻവാസിലുള്ള കഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഒരു സംഭാഷണത്തോടു കൂടിയാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ ചിലർക്കെങ്കിലും അതൊരു സ്ത്രീ വിദ്വേഷപരമാണോ എന്ന് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പം ഇദ്ദേഹത്തിന്റെ മറ്റൊരു കഥാപാത്രം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു സംഭാഷണമുണ്ട്. അതിങ്ങനെയാണ്: സ്ത്രീക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഈ ലോകം എങ്ങനെ പോകണമെന്ന് അവൾ തീരുമാനിക്കും. ഭയം ഉപേക്ഷിക്കപ്പെട്ടാൽ സ്ത്രീ നിർത്താതെ എരിയുന്ന പന്തമാകും. അതുകൊണ്ടാണ് പുരുഷ സമൂഹം അവളെ എണ്ണയും തീയും കാണിക്കാതെ ചേർത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പുസ്തക പരിചയത്തിൽ കാളി ഗണ്ഡകി റിട്ടൺ ബൈ GR ഇന്ദുഗോപൻ. ഈ 2 വീഡിയോ മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ചു പേർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ പഴയ വായനാശീലം ഒന്ന് പൊടിതട്ടിയ എടുത്താൽ കൊള്ളാമെന്നുണ്ടെന്ന് അറിയിച്ചതിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.